ഈ റോഡ് ഒരു 10-30 വർഷത്തോളമായ റോഡാണ്. ഇതിലെ വണ്ടി പൊക്കൊണ്ടിരുന്ന റോഡും ഒക്കെ ആയിരുന്നു. പക്ഷെ അത് കുറഞ്ഞ കാലം കൊണ്ട് ആ റോഡ് പിന്നെ നിന്നുപോയി. ആൾക്കാരെല്ലാം അവിടെ നിന്ന് ഇറങ്ങി താമസമൊക്കെ മാറിക്കഴിഞ്ഞപ്പം അങ്ങനെ നിന്നുപോയതാണ്. ആനയുടെ ഒക്കെ പ്രശ്നമുണ്ടല്ലേ? ആനയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവരവിടെ ഇത് പിന്നെ ആണല്ലേ. നമസ്കാരം, ഞാൻ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പഞ്ചായത്തിലാണ്. ഇവിടെ കൊട്ടിയൂർ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ കൊട്ടിയൂർ ഭാഗത്തു നിന്ന് വയനാടിനെ ബന്ധിപ്പിക്കുന്ന ഒരു പഴയകാല റോഡുണ്ട്. കണ്ടപ്പനം നെല്ലിയോടി പേരിയ 39 ഇങ്ങനെ പോകുന്ന ഒരു റോഡ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ 10, 60, 70 വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ ആളുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന, അന്നും ആ കാലഘട്ടം മുതലേ ആളുകൾ ഇഷ്ടംപോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോഡാണ്. പക്ഷേ ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ട് ഈ മലമ്പ്രദേശം ആയതുകൊണ്ടും ഒത്തിരി ആളുകൾ താഴേക്ക് ഇറങ്ങി പോയതുകൊണ്ടും ആ റോഡ് മൂടിപ്പോയി. മാത്രമല്ല, ഇപ്പോൾ ഈ കൊട്ടിയൂർ പ്രദേശത്തു നിന്ന് അല്ലെങ്കിൽ നമുക്കറിയാം കൊട്ടിയൂർ ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ വയനാട്ടിൽ നിന്ന് കൂടുതൽ ആളുകൾ ഈ ചുരം പാലച്ചുരമൊക്കെ ഇറങ്ങി കണ്ണൂർ ഭാഗത്തേക്ക് പോകാനും അതുപോലെ തന്നെ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകാനായിട്ടൊക്കെ ആശ്രയിക്കുന്ന ഒരേ ഒരു റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലച്ചുരം റോഡാണ്. പിന്നെ ഉള്ളത് പേരിയ റോഡാണ്. അത് ഒത്തിരി ദൂരവും കൂടുതലുണ്ട്. അപ്പോൾ ഏതായാലും ഈ പാലച്ചുരം റോഡിൻ്റെ ഒരു സ്ഥിതി എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ സഞ്ചരിച്ച് എല്ലാവർക്കും അറിയാം, വളരെ അപകടം നിറഞ്ഞ ഒരു റോഡാണ്. വീതി കുറവാണെന്ന് മാത്രമല്ല, മഴക്കാലത്തൊക്കെ എപ്പോഴും മുകളിൽ നിന്നൊക്കെ പാറയൊക്കെ ഉരുണ്ട് വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ള ഒരു റോഡാണ്. അത് മാത്രമല്ല, ആ റോട്ടിൽ എപ്പോഴും അപകടങ്ങൾ നടക്കുന്നുണ്ട്. ഭയങ്കര കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ടും മാത്രമല്ല, പിന്നെ നിരവധി വണ്ടികൾ ഇപ്പോൾ ആ ഒരു വഴിയെ പോകുന്നുണ്ട്. കല്ല് വണ്ടികളും ലോറികളും ഒക്കെ അതിലേ പോകുന്നുണ്ട്. എപ്പോഴും അതിലെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരേ ഒരു റോഡായതുകൊണ്ടും ഒരു റോഡ് ബ്ലോക്കായി പോയി കഴിഞ്ഞാൽ എല്ലാം താറുമാറാവും എന്നുള്ളൊരവസ്ഥയിലാണ് പ്രത്യേകിച്ച് കൊട്ടിയൂർ പ്രദേശത്തുള്ളവരും ഇരിട്ടി മുതലുള്ള ഇങ്ങോട്ടുള്ള വയനാട്ടിലേക്ക് പോകാനായിട്ടുള്ള വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന ആളുകളൊക്കെ നേരിടുന്നൊരു പ്രശ്നമാണ് അതാണ്. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ടാണ് കൊട്ടിയൂർ 43 ബദൽ റോഡ്, ചുരം ബദൽ റോഡ് എന്ന് പറഞ്ഞിട്ടൊരു റോഡിൻ്റെ പ്ലാനൊക്കെ ഉണ്ട്. പണ്ട് അത് വഴിയായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഫോറസ്റ്റ് അത് വഴി വിട്ടു കൊടുക്കാത്തതുകൊണ്ട് ആ റോഡ് ഇതുവരെ നടപ്പിലായിട്ടില്ല. പക്ഷേ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പഞ്ചായത്തിന് മറ്റൊരു കാര്യം തോന്നിയത്. ഇങ്ങനെ ഒരു റോഡ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റോഡ് ഇവിടെ ഉണ്ടല്ലോ, ആ റോഡ് ഒന്ന് നവീകരിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു. ഏതായാലും ആ റോഡാണ് ഇപ്പോൾ നവീകരിക്കാനായിട്ട് തീരുമാനമായത്. കൊട്ടിയൂർ പഞ്ചായത്തിലെ കണ്ടപ്പനം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നെല്ലിയോടി വഴി ഇങ്ങനെ കയറ്റമൊക്കെ കയറി ഇങ്ങനെ പോയി നമ്മൾ പേരിയ 39 എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിച്ചേരുന്നത്. അവിടുന്ന് പിന്നെ നമുക്ക് നേരെ മാനന്തവാടിക്കോ സുഖമായിട്ട് പോകാവുന്നതേ ഉള്ളൂ. ഇവിടെ അങ്ങനെ മണ്ണിടിച്ചിലിൻ്റെ പ്രശ്നങ്ങളോ മറ്റ് ഉരുൾപൊട്ടലിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉള്ള ഒരു പ്രദേശവുമല്ല. അപ്പോൾ ഈ ഒരു റോഡ് നവീകരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒത്തിരി ഉപകാരമുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡ് നവീകരിക്കാനായിട്ട് ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് ഈ ഒരു റോഡ് നവീകരിക്കുന്നതിൻ്റെ കാഴ്ചകൾ. അതുപോലെ തന്നെ ഈ കണ്ടപ്പന മുതൽ ഈ റോഡ് നമുക്ക് മാക്സിമം ഇപ്പോൾ എത്തിച്ചേരാൻ പറ്റുന്ന അത്രയും സ്ഥലവും നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ മറ്റൊരു ദിവസം ഈ റോഡിൻ്റെ പണിയൊക്കെ പൂർത്തിയായതിനു ശേഷം നമ്മൾ ഇവിടുന്ന് കണ്ടപ്പന മുതൽ പേരിയ 39 വരെ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ പോയി ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഏതായാലും ഇതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഏതായാലും ഈ ഒരു അപൂർവ റോഡിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം.
ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ജോസ്. ഇവിടെ നെല്ലിയോടി സ്വദേശി. നെല്ലിയോടി ആണല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു റോഡ് ഇതിപ്പോൾ എത്ര കാലമായിട്ടുള്ള ഈ റോഡ്? ഈ റോഡ് ഒരു 10-30 വർഷത്തോളമായ റോഡാണ്. ഇതിലെ വണ്ടി പൊക്കോണ്ടിരുന്ന റോഡും ഒക്കെ ആയിരുന്നു. പക്ഷെ അത് കുറഞ്ഞ കാലം കൊണ്ട് ആ റോഡ് നിന്നുപോയി. ആൾക്കാരെല്ലാം അവിടെ നിന്ന് ഇറങ്ങി താമസമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ നിന്നുപോയതാണ്. അവിടുത്തെ ആളുകളൊക്കെ താഴേക്ക് ഇറങ്ങിയില്ല. അവിടുന്ന് ആൾക്കാരൊക്കെ താഴോട്ട് ഇറങ്ങി. അപ്പം ഇപ്പം ഈ റോഡ് പുതിയതായിട്ട് ഒന്ന് വീണ്ടും പഞ്ചായത്തിൻ്റെ ഇതിൽ സ്കീമിൽ പെട്ടെന്ന് ഈ റോഡിനൊരു പഞ്ചായത്തിൻ്റെ എന്ത് സ്കീമാ? പഞ്ചായത്ത് ഈ റോഡ് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ അതായത് ആ 39 വരെയുള്ള റോഡ് ശരിക്കും പഞ്ചായത്തിൻ്റെ ആണല്ലേ? ഓഹോ. ആൾക്കാരൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ കാടായി പോയി. കാടായെന്ന് പറഞ്ഞാൽ മുഴുവൻ കൃഷിഭൂമിയുണ്ട് ആൾക്കാരുടെ. അതിപ്പോ അങ്ങനെ കിടക്കുന്നു. ആനയൊക്കെ ഇറങ്ങുന്നുണ്ടല്ലേ? ആനയുണ്ട്, അതുപോലെ അത്യാവശ്യം എല്ലാം ഉണ്ട്. ഇനിയിപ്പോ ഈ റോഡ് വന്ന് തെളിഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം ആശ്വാസമായി, ആൾക്കാർക്ക് വഴിയായി. പോരാമ്പടി ഈ കൊട്ടിയിലൊക്കെ ഉത്സവമായി കഴിയുമ്പോഴത്തേക്ക് വണ്ടിയെല്ലാം ബ്ലോക്ക് ആവുന്നു. അപ്പൊ ചെറുവണ്ടികൾക്ക് വയനാട്ടിലേക്ക് പോകാൻ ബ്ലോക്ക് ഒഴിവാക്കാമല്ലോ. എല്ലാ സൗകര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ ഈ റോഡിന്റെ പണി വീണ്ടും തുടങ്ങിയിരിക്കുന്നത്. ഇന്നങ്ങനെ പണി ആരംഭിച്ചു. ഇനിയിപ്പോൾ അവിടെ മുകളിൽ ആൾക്കാരുണ്ട്, അവിടെ പണിയെടുക്കുന്ന. അങ്ങോട്ട് പോവാം. ചേട്ടൻ്റെ പേരെങ്ങനെയാ? ബിജു. നട്ടേനല്ലേ? അല്ല. അപ്പം എങ്ങനെ ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ജനങ്ങൾ പോകാതിരിക്കും. ഇവിടെ ഉള്ളത് ഇതിൽ ഓരോരുത്തർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പൊ ശല്യങ്ങൾ കുറയും, മൃഗങ്ങളുടെ ശല്യം കുറയും, അതുപോലെ ആൾക്കാർ പോകാതിരിക്കും. പിന്നെ അതല്ല, നമ്മുടെ ഉത്സവത്തിനൊക്കെ ഒരു വണ്ടി സൗകര്യം ആയിക്കോട്ടെ. ബ്ലോക്ക് ഒഴിവായി ഇതിലെ പോകാൻ വേണ്ടി ഒരു എമർജൻസി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആശുപത്രി. ഇതിന്റെ മുകളിലേക്ക് എത്ര വീടുകളുണ്ടായിരുന്നു? വീടുകൾ ഒരു 50 വീടുകളുണ്ടായിരുന്നു. ഇപ്പം ആരുമില്ല. എല്ലാവരും ഓരോരുത്തർ. ഇതിന്റെ ഏറ്റവും അവസാനം വീടുള്ള സ്ഥലം, ആളുകൾ താമസമുള്ള വീട് എവിടെയായിട്ടുള്ള? ഏറ്റവും ലാസ്റ്റ് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ചുരുട്ടിക്കുളം എന്ന് പറയുന്ന ഒരാൾ അങ്ങ് മലയ്ക്ക് താമസിക്കുന്നത് ആണല്ലേ? അതിന്റെ അതിർത്തിയില്ല, വയനാടിന്റെ നമ്മുടെ അതിർത്തിയിലായിട്ട് ഒരാളുണ്ട്. അവിടെ മാത്രമേ ഉള്ളൂ. ഓഹോ. ഇവിടെ കുറച്ച് ഈ റോഡ് തുടങ്ങുന്നതിന് അവിടെ ഒരാൾ താമസിക്കും. അവിടം വരെ ആൾക്കാർ ഇവിടെ താമസമുള്ളൂ. ബാക്കി ഇപ്പോൾ ഈ കോൺക്രീറ്റ് റോഡ് എന്തേരം ഉണ്ട്? കോൺക്രീറ്റ് റോഡ് 200 മീറ്റർ കൂടെ ഉള്ളൂ അല്ലേ? 200 മീറ്റർ. അത് കഴിഞ്ഞ് പിന്നെ 2 കിലോമീറ്റർ ഈ റോഡുണ്ട്. 3.5 കിലോമീറ്റർ. 3.5 കിലോമീറ്റർ പോയാൽ 39. ശരിക്കും ഇപ്പോൾ വൃത്തിയാക്കുന്ന എന്തേരം ദൂരമാണ്? വൃത്തിയാക്കുന്ന അത്രയും ദൂരം തന്നെ. 39 അവിടെ ആ ബോർഡർ വരെ ഉള്ളത് ഓൾറെഡി 100 മീറ്റർ അവിടുന്നുണ്ട്. 1 കിലോമീറ്റർ അവിടുന്നുണ്ട് നമ്മുടെ ബോർഡർ വരെ. 39 നമ്മുടെ ഈ വയനാട് ഫോറസ്റ്റ് എല്ലാം നമ്മുടെ വയനാടിന്റെ അതിർത്തി ആയിട്ടുള്ള 1 കിലോമീറ്റർ ഉണ്ട്. ബാക്കി ഇവിടുന്ന് 2.5 കിലോമീറ്റർ 2 കിലോമീറ്റർ തോന്നുന്നു. അത്രയും കണ്ടാണ് ഉള്ളത്. നമ്മളേതായാലും ഈ കാണുന്ന കോൺക്രീറ്റ് റോഡിൻ്റെ ഇവിടെ വണ്ടി വെച്ചിരിക്കുകയാണ്. വണ്ടി വെച്ചിട്ട് നമ്മളിനി മുകളിലേക്ക് നടന്നു പോവാണ്. ഞാൻ അവിടം വരെ പോയിരുന്നു. ഞാൻ അവിടം വരെയുള്ള വിഷ്വൽ ഞാൻ നിങ്ങൾ കാണിച്ചു. അവിടെ എന്നാന്ന് വെച്ചാൽ അവിടെ മുതൽ ഇപ്പോൾ JCB ഉപയോഗിച്ച് മണ്ണ് മാന്തുന്ന രംഗം നമുക്ക് കാണാം. അതേപോലെ തന്നെ പാറ പൊട്ടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വണ്ടി കുറച്ച് താഴെ വെച്ചിട്ട് ഇനിയിപ്പോൾ മുകളിലേക്ക് നടക്കുക കേട്ടോ. കുറച്ച് താഴെ എന്ന് പറഞ്ഞാൽ ഒരു 50 മീറ്റർ. പക്ഷേ ഈ റോഡ് കുത്തനെ കയറ്റമാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് ഞാനിനി തിരിച്ച് കാണിച്ചു തരാം. കുത്തനെ കയറ്റം കേട്ടോ. ഇങ്ങനെ കയറിപ്പോകുന്ന കയറ്റമാണ്. അത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് വളരെ സുഗമമായിട്ട് കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വയനാടിനെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ്. കുറേ കാലങ്ങളായിട്ട്
എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിലൊക്കെ ഞാനൊക്കെ ഈ റോഡെ വന്നിട്ടുണ്ട്. അന്നൊക്കെ ജീപ്പൊക്കെ അവിടം വരെ പോകുമായിരുന്നു. ഇപ്പോഴും ജീപ്പ് പോവും. പക്ഷേ ഇപ്പോൾ ഈ ഒരു പദ്ധതി ഉൾപ്പെടുത്തി റോഡിന് കുറച്ചും കൂടെ ഒരു നവീകരണമൊക്കെ നടത്തി ഇപ്പോൾ റോഡ് ഒന്ന് ഇതാക്കാനുള്ള ഗതാഗത യോഗ്യമാക്കുവാണ്. 2.5 കിലോമീറ്റർ മണ്ണിട്ട റോഡായിരിക്കും. അതിന് മുൻപേ അതായത് മാനന്തവാടി ഭാഗത്തുനിന്ന് അതായത് പേരിയ 39 എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഈ റോഡിൻ്റെ ഒരു പോയിൻ്റ് വരെ, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1 കിലോമീറ്ററും ഇവിടുന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തുനിന്ന് ഏകദേശം ഇവിടം വരെ കോൺക്രീറ്റും ടാറിങ്ങും ഒക്കെ ആയിട്ടുണ്ട്. അതിന് ശേഷമുള്ള റോഡ് മൺ റോഡാണ്. അപ്പോൾ ആ മൺ റോഡ് ഇനി ഒത്തിരി കഴിയാതെ ടാർ ചെയ്യാനുള്ള ഒരു പരിപാടിയുണ്ട്. ഇത് പഞ്ചായത്തിൻ്റെ, അതായത് കൊട്ടിയൂർ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ റോഡിൻ്റെ ഒരു സൈഡ് കൊട്ടിയൂരും അതുപോലെ തന്നെ ഇത് എൻഡ് ചെയ്യുന്ന ആ ഒരു പ്രദേശം വയനാട്ടിലെ തൗഞ്ഞാൽ പഞ്ചായത്തിൻ്റെ കീഴിലുമാണ് വരുന്നത്. ഏതായാലും അടിപൊളി ഒരു റോഡാണ്. ഈ റോഡ് വന്നാലുള്ള ഏറ്റവും വലിയ ഗുണം ഇപ്പം നമ്മൾ ആ ചേട്ടൻ സംസാരിക്കും നമ്മൾ കേട്ടു. അതായത് കൊട്ടിയൂർ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം, കൊട്ടിയൂർ ക്ഷേത്രമൊക്കെ ഉള്ളതുകൊണ്ട് നിരവധി ആളുകൾ ഈ ഉത്സവ സമയത്തൊക്കെ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ബോയ്സ് ടൗൺ റോഡ്, പാൽച്ചുരം റോഡ് എപ്പോഴും ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നൊരു റോഡാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റോഡ് ബദലായിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഉപകാരം ആണ്. ഇത് പണ്ട് മുതലേ ഉള്ള റോഡാണ്, പക്ഷേ ജീപ്പ് മാത്രമേ പോകുള്ളായിരുന്നു. പിന്നെ ഈ മുകളിൽ നിന്നുള്ള ആളുകളെല്ലാം ഇറങ്ങിപ്പോയി. ഈ വഴിക്കൊക്കെ ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. കേട്ടോ, ഇവിടെയൊക്കെ ഇതുണ്ടോ വീടിൻ്റെ അവശിഷ്ടമാണ് ഈ കാണുന്നത്. ഇതുപോലെ വീടുകളുണ്ടായിരുന്ന പ്രദേശമാണ് ഇതൊക്കെ. പക്ഷേ എല്ലാവരും ഇറങ്ങിപ്പോയി കേട്ടോ. പക്ഷേ ഇപ്പോഴും ആ സ്ഥലങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ആളുകളിവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വൈകിട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ആനയും മറ്റ് വന്യമൃഗങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. കാട്ടാനയൊക്കെ ഇറങ്ങി ഈ ഭാഗത്തൊക്കെ വരുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്നതിൻ്റെ ഒരു രംഗങ്ങളൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഉണ്ടോ, നമ്മളിപ്പോൾ കണ്ട ആ ഒരു കോൺക്രീറ്റ് റോഡ് ഇവിടം വരെ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് കല്ലിട്ട വെറുതെ സാധാ വഴിയാണ്. ഇപ്പോൾ അത് JCB കൊണ്ട് മാന്തി ഇപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്തേക്കുന്നതാണ്. ഇച്ചിരി കൂടെ വീതിയൊക്കെ ഉണ്ട്, ശകലം കൂടെ വീതിയൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം 2 വണ്ടിക്കൊക്കെ പോകാൻ പാകത്തിനൊക്കെയാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. താഴേക്കും അങ്ങനെ തന്നെ ആക്കി കഴിഞ്ഞാൽ ഈ സൈഡത്തെ പാറയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല റോഡായി മാറും. മാത്രമല്ല ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ഒരു സൗകര്യം. ഈ വീട്ടിൽ താമസാനുള്ള ഇവിടെ താമസിക്കുന്നതാ അല്ലേ? ഇവിടെ ഒരു വീടുണ്ട്. ഇതാണ് ലാസ്റ്റ് വീടല്ലേ? നമുക്ക് ഏതായാലും ഇവിടുത്തെ അവസാനത്തെ വീട് എന്നുള്ള നിലയ്ക്ക് വീട്ടുകാരോടൊന്ന് സംസാരിക്കാം കേട്ടോ. ഈ വീട്ടുകാരാണ് അവസാനമായിട്ട് ഇവിടെ ഉള്ള വീട്. ബാക്കി എല്ലാവരും താഴേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? ജോസഫ്. എൻ്റെ പേര് ഗ്രേസി. വീട്ടുപേരെങ്ങനെയാ? വയലിപ്പറമ്പിൽ. എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളാ? ഇവിടെ 50 വർഷം. 50 വർഷമായി. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ മാത്രം ഈ ഏറ്റവും അവസാനത്തെ താമസക്കാർ നിങ്ങളല്ലേ? ലാസ്റ്റ് വീടായി. ഇതിനപ്പുറത്തേക്ക് വീടുകളൊന്നും ഇല്ല. എല്ലാവരും ഒഴിവായി. എല്ലാവരും ഇറങ്ങി പോയതാ. 10-30 വീട് മുകളിലേക്ക് ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്ന നാളായിരുന്നു. ഇപ്പം നിങ്ങളായി അവസാനം അല്ലേ? അപ്പം നിങ്ങൾ ഇപ്പം ഇത്രയും നാൾ എങ്ങനെയായി? ഇപ്പോൾ ഇറങ്ങണോ വേണ്ടെന്നുള്ള ചിന്തയിലാണോ ഇരുന്നേ? ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം എന്നൊക്കെ ഉള്ള ചിന്തകളുണ്ടായിരുന്നു. അല്ലേ? റോഡൊക്കെ വരും. ഇപ്പൊ റോഡ് വരുവാണ്. എന്താ സന്തോഷമായോ? റോഡൊക്കെ വന്ന് സന്തോഷമാണ്. റോഡ് നന്നായി വരട്ടെ. ഇവിടെ ആനയുടെ ഒക്കെ പ്രശ്നമുണ്ടല്ലേ? ആനയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അവരവിടെ ഇത് പിന്നെ കണ്ടുവേലി കിട്ടോ? കമ്പിവേലി ഇടുന്നുണ്ടല്ലോ. ഇനിയിപ്പോ അധികം പേടിക്കണ്ടായിരിക്കും. ഇവിടെ ഈ ഭാഗത്തൊക്കെ വരുമായിരുന്നോ? ഇവിടെ വന്ന് വാഴയൊക്കെ ഇവിടം വരെ വരുന്നല്ലേ? ഇവിടെ ഈ മുറ്റത്തൊക്കെ വന്ന് വാഴ പുറത്ത് ആണല്ലേ? ചേട്ടൻ എന്നാ ചെയ്യുന്നേ? ഞങ്ങളെ കൃഷിപ്പണിയാ. ആണല്ലേ? ഇവിടെ സ്ഥലമൊക്കെ ഉണ്ടോ? സ്ഥലമുണ്ട്. അല്ലേ? മക്കളൊക്കെ? മക്കള് 2 പേരും അവരെ കല്യാണം കഴിച്ചു. പെൺകുട്ടികളാണ്. ആണല്ലേ? ഇതാട്ടോ ഇവരുടെ വീട്. ഹലോ, അവിടെ നിൽക്ക് പോലെ വണ്ടി വണ്ടി. ഇവിടെ പാറ പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഇവിടെ മുകളിൽ JCB ഉപയോഗിച്ച് ഇപ്പോൾ റോഡിന് വീതി കൂട്ടോ. ഈ വീതിയിലാക്കുന്നുണ്ട്. ഈ കാണുന്നൊരു പാറ ഇപ്പോൾ ഇതിൽ കറണ്ട് വെച്ച് പൊട്ടിക്കാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞത്.
ഈ പാറ പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. ഇതാണ് ശരിക്കത്തെ പഴയ വഴി കേട്ടോ. ഈ റോഡാണ് ഇപ്പോൾ നവീകരിക്കാനായിട്ട് പോകുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? ഷാജി തെങ്ങുംപള്ളി. മണത്തണ അമ്പായത്തോട് കൊട്ടിയൂർ മലയോര ഹൈവേയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ മാനന്തവാടി 39 മൈലിലേക്കാണ് ഈ റോഡ് പോകുന്നത്. അതുപോലെ 1.5-2.5 കിലോമീറ്റർ കണ്ടപ്പുറം മുതൽ പാറ ജംഗ്ഷൻ വരെ കോൺക്രീറ്റും ടാറിങ്ങും കഴിഞ്ഞു. ബാക്കി 2.5 കിലോമീറ്ററാണ് ഈ വഴി നാട്ടുകാരുടെ ശ്രമഫലമായി പണി നടക്കുന്നത്. അതിനകത്തുനിന്ന് പകുതി കൊട്ടിയൂർ പഞ്ചായത്തിൻ്റെയും പകുതി തവിഞ്ഞാലി പഞ്ചായത്തിൻ്റെയും ആണ്. അപ്പോൾ തവിഞ്ഞാലി പഞ്ചായത്തിന് 39 മൈലിൽ നിന്നും 1 കിലോമീറ്ററോളം ടാറിങ് കഴിഞ്ഞ് കൊട്ടിയൂരിൻ്റെ അതിർത്തി വരെ എത്തിയിട്ടുണ്ട്. ബാക്കി ജനങ്ങളുടെ സഹകരണത്തോടെ നാട്ടുകാർ പിരിവെടുത്ത് കൊട്ടിയൂർ പഞ്ചായത്തെല്ലാം സഹകരിച്ചാണ് ഈ വഴി മുന്നോട്ട് പോകുന്നത്. ഒരു 10-50 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ്. അപ്പോൾ അതിൽ 10-30 കുടുംബങ്ങൾ ഈ വഴിയൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ പുറമേയുള്ള 10-65ഓളം കുടുംബങ്ങൾ പിന്നെ ഈ വഴി ആശ്രയിച്ചാണ് കഴിയുന്നത്. അപ്പോൾ ഇത് ഗതാഗത യോഗ്യമാക്കുകയാണെങ്കിൽ മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഒരു ജീപ്പ് റൂട്ട് നടക്കുമല്ലോ. പിന്നെ ചില 42 റോഡിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ അത്യാവശ്യം ആൾക്കാർക്ക് ഈ വഴി ഉപയോഗിക്കാം. അതുകൊണ്ടാണ് നാട്ടുകാരെല്ലാം കൂടി ശ്രമദാനം നടത്തി ഈ വഴി ശരിയാക്കുന്നത്. ഇത് മൊത്തം 6 കിലോമീറ്റർ ആണുള്ളത്. കണ്ടപ്പനം മുതൽ 39 മൈൽ വരെ 6 കിലോമീറ്റർ ദൂരം. അതിൽ 2.5 കിലോമീറ്റർ കൊട്ടിയൂർ പഞ്ചായത്തിൻ്റെ പാറ ജംഗ്ഷൻ വരെ കോൺക്രീറ്റും ടാറിങ്ങും കഴിഞ്ഞു. പിന്നെ വരുന്ന 2.25 കിലോമീറ്ററാണ് ഈ നമ്മുടെ അതിർത്തിയായ തവിഞ്ഞാലി പഞ്ചായത്തിൻ്റെ അതിർത്തിയായ അവിടം വരെ ഉള്ളത്. പിന്നെ അവിടെ നിന്ന് 39 മൈൽ റോഡിൽ നിന്നും 1 കിലോമീറ്ററോളം തവിഞ്ഞാലി പഞ്ചായത്തിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 2.25 കിലോമീറ്റർ പണി പൂർത്തിയാക്കിയാൽ ഒരു ഗതാഗത യോഗ്യമാകുമായി ഓക്കെ ആക്കാൻ പറ്റുമായി. പണ്ട് ജീപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇതൊക്കെ പന്നി കയറിപ്പോന്നായിരിക്കും അല്ലേ? അതൊക്കെ പന്നി അതെല്ലാം ഓരോരുത്തര സ്ഥലമല്ലേ ഇതല്ല? കുട്ടിക്കാൻ്റെ സ്ഥലമായിരുന്നു 2-3 പേരുടെ ആയിട്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് സോമൻ. ഈ നെല്ലെടുക്കാരൻ തന്നെയാ? നെല്ലെടുക്കാവോ? നെല്ലെടുക്കാൻ 60 വർഷത്തോളം ആകുന്നു. 60 വർഷമായില്ലേ? ആകുന്നു. ഈ അടുത്തൊക്കെ വണ്ടി പോയിട്ടുണ്ടല്ലോ ഇല്ലേ? ഇല്ല, വണ്ടി പോകും. അങ്ങോട്ട് പോകും. കുറേ ഇവിടുന്ന് 1.5 കിലോമീറ്റർ വണ്ടി പോകും. ആണല്ലേ? തേണ്ടാളത്തിനൊക്കെ അപ്പുറമല്ലേ, വണ്ടി പോകും. ആണല്ലേ? ഇവിടെയൊക്കെ കശുവണ്ടി പറക്കുന്നതാന്ന് തോന്നുന്നില്ല, തെളിച്ചിട്ടേക്കാം. എന്തേരം വീടുണ്ടായിരുന്നല്ലേ ഈ വഴിക്ക്? വീടുണ്ടായിരുന്നു, ഇഷ്ടം പോലെ വീടുണ്ട്. സൗകര്യം നോക്കി എല്ലാവരും പോയി. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങളായി അതിർത്തിയിൽ. അതല്ലേ? നിങ്ങൾ അതിർത്തിയായില്ലേ? ഞങ്ങളുടെ പൂക്കളങ്ങാറുണ്ട്. അതെ. പിന്നെ അപ്പോഴത്തെ കൊല്ലംകോട്ടിലെ കുഞ്ഞാനൊക്കെ കൊല്ലംകോട്ടിൽ കുഞ്ഞാന പത്രോസം എന്നൊക്കെ പറഞ്ഞാൽ ഇല്ല, അതൊക്കെ ഉണ്ടല്ലേ? കറണ്ട് കമ്പിയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയതായിരിക്കും, ആരും ഉപയോഗിക്കാനില്ല, പൊട്ടിക്കിടക്കുന്നു. കറണ്ട് കമ്പിയെ പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മളെ കറണ്ട് ഉണ്ടെങ്കിൽ ഇപ്പം അടിച്ചിരുന്നേ. രാത്രിക്കൊക്കെ ഇവിടെ ആന വരുമായിരിക്കും അല്ലേ? ആണല്ലേ? ആണല്ലേ? ഇതേണ്ട സ്ഥലമാ? എല്ലാം ഓരോരുത്തരുടെ സ്ഥലമാണല്ലോ അല്ലേ? അല്ല ശരിക്കും ഈ സ്ഥലം ഫോറസ്റ്റിനെ എഴുതി കൊടുത്തിരിക്കുന്നത് അത് ഏത് ഭാഗത്തായിട്ടാണ്? ഫോറസ്റ്റിന് അങ്ങനെ എഴുതി കൊടുത്തിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല ആരും. വേണേ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്താൽ അതൊന്നും ചാൻസ് ആരും മേടിച്ചിട്ടില്ല. ഇല്ല. ഓ, ഇല്ല. എടുക്കാമെന്ന് ഇങ്ങനെ എഴുതി സമ്മതപത്രം കൊടുത്തുള്ളൂ അല്ലേ? കൊടുത്തവരുണ്ട്, കൊടുക്കാത്തവരുണ്ടല്ലേ. പക്ഷെ അത് ആരും ഏറ്റെടുത്തിട്ടില്ലല്ലേ? ഒന്നുമില്ല, ആർക്കും പൈസ കിട്ടിയിട്ടില്ല. അല്ല, അപ്പുറത്തെ 39 ഭാഗത്ത് അങ്ങനെ എടുത്തെന്ന് ഞാൻ പറയാം. കുറച്ച് പേരെ അങ്ങനെ എടുത്തിട്ടുണ്ട്. കുറച്ച് പേരെ എടുത്തിട്ട് അവസാനം ഒരാൾ മാത്രമായിട്ട് ബാക്കിയുണ്ട് അവിടെ. മറ്റേ തോമസ് എന്ന് പറഞ്ഞാൽ ജോണിയോ? തോമസ്. കൊടുത്തിട്ടില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ പറമ്പുകളാട്ടോ. അല്ല, എല്ലാം കശുമാവിൻ തോട്ടങ്ങളാണ്. നല്ല രസമാണ് ഈ തോട്ടമൊക്കെ. അവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചൂടൊന്നുമില്ല കാര്യമായിട്ടും. ഏകദേശം വയനാടിനോട് അടുത്തെത്തിയ പ്രദേശത്തെത്തിയിരിക്കുകയാണ് നമ്മൾ. ഈ വഴിയൊക്കെ ജീപ്പ് പോയിക്കൊണ്ടിരുന്ന കേട്ടോ. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഇതിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സ്ഥലത്തിനോട് അല്ലെങ്കിൽ ഒരു വഴിയോട് ഇത്രയൊരു താല്പര്യം കേട്ടോ. ഇതിന് മുന്നേ ഞാൻ കഴിഞ്ഞ വർഷം
ഒരു എപ്പിസോഡ് ഞാൻ ഇതേപോലെ ചെയ്തിരുന്നു. അതായത് 39 ഭാഗത്തെ, അതായത് ഈ റോഡ് ചെന്ന് ഈ കാട് ഭാഗത്തുള്ള വഴി കൂടെയൊക്കെ പോയിട്ട് അപ്പുറം പേരിയ 39 എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് മുന്നേ ആ ഒരു ബോർഡറിൽ താമസിക്കുന്ന ഒരാൾ മാത്രമുണ്ട്, ബാക്കി എല്ലാവരും ഒഴിഞ്ഞുപോയി. അപ്പോൾ അയാളുടെ ഒരു സ്റ്റോറി ആയിട്ട് ഞാൻ എടുത്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ മുകളിൽ കാണിച്ചു തരാം. ആ എപ്പിസോഡൊന്ന് കണ്ടു നോക്കട്ടോ. ഇതൊക്കെ ആളുകൾ വണ്ടി പറക്കുന്നു കേട്ടോ. ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്. ആൾക്കാർ ഈ കുന്നും മലയൊക്കെ കയറിയാണ് പണ്ടത്തെ ആളുകളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ പോരുന്ന വഴിക്ക് ഒരു പള്ളി കണ്ടിരുന്നു. ആ പള്ളി ഇരിക്കുന്ന പ്രദേശത്തിന് പറയുന്നതാണ് നെല്ലിയോടി എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. ആ ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആളുകളെല്ലാം ഈ ഒരു കുന്നിൻ പ്രദേശത്തൊക്കെ താമസിക്കുന്നത്. ആരും ഒഴിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സ്ഥലമൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ദൂരേക്ക് നോക്കിയാൽ മലയൊക്കെ കാണാം. ഇങ്ങനെ ഒരു മലയുടെ ഒരു സൈഡ് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന ഒരു പ്രദേശത്താണ് നമ്മൾ. ഈ മുകളിൽ കാണുന്നത് വയനാട് മലയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 3.5 കിലോമീറ്ററെങ്കിലും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഒരു 2.5-3 കിലോമീറ്റർ കൂടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വയനാട്ടിൽ എത്തിച്ചേരാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് വീടില്ലായിരുന്നു, ഒത്തിരി വീടുകളുണ്ടായിരുന്നു. വേറെ സൗണ്ടൊന്നും കേൾക്കാനില്ല, പക്ഷികളുടെ സൗണ്ട് മാത്രം കേട്ടോ. ഇതെല്ലാം പട്ടയുള്ള ഭൂമി കേട്ടോ, പട്ടയില്ലാത്ത സ്ഥലമൊന്നുമല്ല, എല്ലാം പട്ടയുള്ള ആളുകളുടെ പേര് കിടക്കുന്ന സ്ഥലമാണ്. ഈ കശുവണ്ടിയൊക്കെ കൊണ്ടുപോകാനായിട്ട് വണ്ടി പോകുന്നതായിരിക്കും അല്ലേ? മരമൊക്കെ അല്ലേ? ഇതിലെ ജീപ്പും മറ്റേ കൊട്ട ജീപ്പും ഒക്കെ ഇതിലെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ തെരുവപ്പിലുണ്ടെന്ന് തോന്നുന്നല്ലേ? പണ്ടത്തെ അതിൻ്റെ മണം വരുന്നേ, തെരുവയുടെ മണം. പഴയൻ്റെ അല്ല, കശുവണ്ടിയുടെ ആദായം മാത്രമേ ആളുകൾ എടുക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ കശുവണ്ടി സീസൺ ആകുമ്പോൾ ഒന്ന് തെളിച്ചിടും, അല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ കിടക്കുള്ളൂ. ഒത്തിരി ആളുകൾക്ക് ഉപകാരം കേട്ടോ റോഡ് വന്ന്. ഒരു ബദൽ റോഡ് വളരെ അത്യാവശ്യമാണ്. അതിന് മുകളിൽ ഒരു വീടില്ലായിരുന്നോ? അങ്ങ് മുകളിൽ അല്ലേ? ഏത് നാടും ഉപയോഗിക്കാതെ കിടന്നു കഴിഞ്ഞാൽ കാടായി പോവില്ല. ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ. ദിവസവും ആളുകൾ മുകളിലേക്കും താഴേക്കൊക്കെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വഴിയാണ്. ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ടോ, ഓരോരുത്തരുടെ തോട്ടത്തിലേക്കുള്ള വഴി മാത്രം ഒഴിവാക്കിയിട്ടിട്ട് കിടക്കുന്നുണ്ടോ. ശരിക്കും മലയുടെ ഒരു നല്ലൊരു സൈഡ് അല്ലേ? ഒരു 4 മണി കഴിഞ്ഞാൽ അങ്ങോട്ട് ആദ്യം വെയിലൊന്നും ഇല്ലല്ലോ, നല്ല കാണാനല്ലേ? തെരുവേട ഇതൊക്കെ തെരുവപ്പില്ലാന്ന് തോന്നുന്നല്ലേ? ഇതൊക്കെ തെരുവപ്പില്ലാന്ന് തോന്നുന്നല്ലേ? പുൽത്തൈലം, കശുവണ്ടിയുടെ മണം. അതെന്നാ ഒരു കാല് തൂക്കിയിട്ടേക്കണേ? ഓഹോ, ഇത് ഞാനിവിടെ വന്നപ്പോൾ കണ്ട ഒരു ഒരു മാങ്ങ മറ്റോ മാവാട്ടോ. ഇവിടെ വന്നപ്പോൾ കണ്ടാണ്. കുപ്പിക്കകത്ത് എന്തൊക്കെയോ സാധനങ്ങൾ തൂക്കിയിട്ടേക്കുക. ഇവിടെ ഉണ്ടോ ഒരു പോത്തിൻ്റെ എല്ല് കെട്ടി തൂക്കിയിട്ടേക്കുന്നുണ്ടോ? പോത്തിൻ്റെ എല്ല് കെട്ടി തൂക്കിയിട്ടേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാവിൽ നിറച്ച് മാങ്ങയുണ്ട്. ഈ മാങ്ങ കുരങ്ങ് പറിച്ച് കളയാതിരിക്കാൻ വേണ്ടി
ചെയ്യുന്ന പരിപാടി കേട്ടോ. ചേട്ടാ, ആ മാവയെ തൂക്കിയിട്ടേക്കുന്ന പശുമാവയെ തൂക്കിയിട്ടേക്കുന്ന അത് എന്ത് സാധനം? അത് മാവയെ തൂട്ടിരിക്കുന്ന മീനിന്റെ അംശങ്ങളുണ്ടാവും. പിന്നെ മാംസത്തിന്റെ എന്തെങ്കിലുമൊക്കെ കെട്ടി തൂക്കിയിടും. എള്ളു തൂക്കിയിട്ടേക്കുന്ന അത് ശരിക്കും കുരങ്ങനെ ഓടിക്കാനാ? കുരങ്ങ് വരാതിരിക്കാനാ. അതെന്താ അതിന്റെ കുരങ്ങ് സസ്യബുക്കായോണ്ട് മത്സ്യമാംസം ഒന്നും കഴിക്കില്ലാത്തതുകൊണ്ട് അതിന് ഇഷ്ടപ്പെടുകയില്ല. അത് സംഭവം പരിപാടി നടക്കുന്നുണ്ട് ഉണ്ടല്ലേ? അത് പുതിയൊരു അറിവ് കേട്ടോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ കുരങ്ങിൻ്റെ ശല്യമുള്ള ആളുകൾക്ക് പരീക്ഷിക്കാവുന്നൊരു പരിപാടി കേട്ടോ അത്. പക്ഷേ ഇപ്പോഴും ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ കൃഷികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫലങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. മാവൊക്കെ നിൽക്കുന്നുണ്ട്, നല്ല ഒന്നാന്തരം മാവ്. ഇതിൻ്റെ മുകളിലൊരു വീടില്ലായിരുന്നു ഇവിടെ? ഇതുണ്ടോ ഇവിടെ ബോഗൻവില്ല ചെടിയുണ്ടോ? ഇത് ഒരു വീടിൻ്റെ മുറ്റത്തുണ്ടായത്. ഈ കയ്യാലയുടെ മുകളിൽ ഒരു വീടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ വീട് കാണാനില്ല കേട്ടോ, വീട് പൊളിച്ചു പോയി. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു വീടുണ്ടായിരുന്നു. ആ വീടിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇതിലെ ആൾക്കാർ വരുന്നുണ്ട്, വണ്ടി വെറുക്കാൻ വരുന്നതായിരിക്കും അല്ലേ? അല്ലേ, വരാൻ പറ്റാത്ത ആൾക്കാരെ ഇന്ന് പാട്ടെടുത്തേക്കുന്നല്ലേ? അല്ലേ, നടവഴിയുണ്ട്. ഇവിടെയൊക്കെ വീടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീടായിരുന്നു കേട്ടോ ഇത്. ഈ വീട്ടിലും ഈ പരിസരത്തൊക്കെ നമ്മൾ ഇഷ്ടംപോലെ വന്ന് നിന്നിട്ടുണ്ട്. ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മരമൊക്കെ ഞാൻ ഓർക്കുന്നില്ല, അതൊക്കെ അന്നും ഉണ്ട് ഈ മരം, ഈ ഒരു കശുമാവിൻ്റെ മരമൊക്കെ. ആ വീടിൻ്റെ സ്റ്റെപ്പാണിത്. ഇതിലൊക്കെ ഞങ്ങൾ കയറി. ഇതുണ്ടോ, ഇപ്പോൾ നമുക്ക് 4 കാല് വെക്കാനേ ഉള്ളൂ കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ചെറുതായതുകൊണ്ട് ഇതിൻ്റെ അകത്തോടെ കൂടി നടന്നു. ഈ ഭാഗത്തൊന്നുണ്ടായിട്ടായിരുന്നു അടുക്കളയുടെ ഒരു ഭാഗമാണ്. ഇപ്പോൾ എല്ലാം കല്ല് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. എല്ലാം പൊളിഞ്ഞു പോയി. ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാട്ടോ ഇതെല്ലാം. ഇത് കാണുന്നതെല്ലാം ഒന്നും ബാക്കിയില്ല. ഇവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ജനിച്ച് വളർന്ന് ജീവിച്ച് പോയ പ്രദേശങ്ങളാണിതെല്ലാം. വല്ലാത്തൊരു മെമ്മറി ആട്ടോ, കാലഹരണപ്പെട്ട് പോയല്ലോ. പിന്നെ കുറച്ച് വീടിൻ്റെയൊക്കെ അവശിഷ്ടം മാത്രം. നല്ല രസമാണ് ഈ ഒരു എന്താ ഇവിടെയൊക്കെ കയ്യാലുണ്ടോ? ഇതൊക്കെ ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. ഫോറസ്റ്റിലേക്കൊന്നും എത്തിയിട്ടില്ല ഇതുവരെ. പക്ഷെ പറഞ്ഞ പോലെ കാട് പിടിച്ച് കിടക്കുന്നതാണ് കേട്ടോ. ഏതായാലും നിങ്ങൾ ഇവിടുത്തെ ഈ ഒരു റോഡിൻ്റെ കാഴ്ചകളും ഇതിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ തരുന്നൊരു റോഡാണ്. കാരണം പണ്ട് കാലത്ത്, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഇതിലെ വന്നിട്ടുണ്ട്. ഞാൻ ആ കാണിച്ച ആ ഒരു പൊട്ടി പൊളിഞ്ഞ വീടൊക്കെ കണ്ട് എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീടാണെന്ന് കൊണ്ട് ഞാനിവിടെ വന്നിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഒരു ഫീലിംഗാണ് ഇവിടെ വരുന്നത്. ഇവിടെ നേരിട്ട് വന്നാലും നിങ്ങൾക്ക് ഈ ഒരു റോഡ്, ഈ ഒരു വഴിയൊക്കെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു വഴിയാണ്, ഒത്തിരി ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴിയാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു വഴി ഇപ്പോൾ നവീകരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കൊട്ടിയൂർ പഞ്ചായത്ത്. ഏതായാലും നമുക്കിനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഏതായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.